Hello students, we are moving to the next problem of Fourier series expansion of f of x equal to x minus pi to pi. Here it is easy to integrate since the function has only one expression from minus pi to pi. In the earlier problems it was split into two parts from minus pi to 0 and 0 to pi. So in all integrations we can do the integration by splitting the integral from minus pi to 0 and 0 to pi. Here we can integrate using minus pi to pi as a single limit. First we can evaluate the Fourier coefficients. A0 first, A0 equal to 1 by 2 pi into 1 by 2 pi into, so the 1 by 2 pi into integral minus pi to pi f of x dx. That is A0 in the equation. And here it is equal to 1 by 2 pi into integral minus pi to pi f of x equal to x dx. 1 by 2 pi into x in the integral x square by 2 ആണ്. And substitute the limits minus pi to pi. And we obtain 1 by 2 pi 1 by 2 pi into 2, 1 by 4 pi into x square limit substitute pi square minus of minus pi square. Minus pi square pi square തന്നെയാണ്. ഇത് രണ്ടും സെയിം ആണ്. 1 by 4 pi into pi square minus pi square. നമുക്ക് കിട്ടും. So the value in ഇതിന്റെ square brackets equal to 0. So a not equal to 0. Then we find an. This equation is, we start with the 1 by pi into 1 by pi so integral minus pi to pi f of x into cos nx dx. f of x into cos nx dx. This is an in the general equation. Here 1 by pi into integral minus pi to pi split ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. f of x എന്ന് പറയുന്ന എല്ലായിടത്തും x തന്നെയാണ്. x into cos nx dx. പക്ഷേ ഇൻ്റഗ്രേഷനിൽ കോംപ്ലിക്കേഷൻ ഒന്നുമല്ല. ഇൻ്റഗ്രേഷനിൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രൽ എഴുതാൻ പറ്റത്തില്ല. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. x is an x function, cos nx is another x function. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങൾക്കറിയാം. ദിസ് ഈസ് ഇതിനെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഡെറിവേറ്റീവ് തീർന്നു പോകുന്ന ഫംഗ്ഷൻ ഇതാണ്. കോസ് എൻ എക്സിനെ എത്ര തവണ വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറി കോസും സൈനും ഒക്കെ ആയിട്ട് മാറി മാറി നിൽക്കും എന്ന് നിങ്ങൾക്കറിയാം. എക്സിന്റെ ഡെറിവേറ്റീവ് പക്ഷേ തീർന്നു പോകും. സോ വി ടേക്ക് എക്സ് ആസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് അപ്ലൈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. 1 by pi ഈസ് കോമൺ. ദെൻ അപ്ലൈയിങ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ അത് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എൻ. Variable x, n is a constant. Sin nx divided by n minus integral minus pi to pi. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് കൊടുക്കാം. മൈനസ് പൈ ടു പൈ. ആ പാർട്ടിൽ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. അത് നമ്മൾ മുമ്പ് എഴുതുക തന്നെയാണ്. സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇൻറ്റു ഡി എക്സ്. ഇതാണ് പ്രോസസ്സ്. അത്രയും ഒരു കോംപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതുള്ളൂ. 1 by pi ഇൻറ്റു നമുക്ക് ലിമിറ്റ്സ് അവസാനം കൊടുക്കാം. ലിമിറ്റ് എല്ലാത്തിൻ്റെ ഒരുപോലെയാണല്ലോ. എക്സ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇനി എല്ലാത്തിലൂടെ ഒരുമിച്ച് ലിമിറ്റ് കൊടുക്കുന്നതായതുകൊണ്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാൽ മതിയാവും. മൈനസ് 1 by n ഞാൻ ഈ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തു. ഇനി സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എനിക്ക് എഴുതണം. അത് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഇത് സബ്ട്രാക്ഷൻ അല്ല ഉദ്ദേശിച്ചത്. ഇൻ്റഗ്രേഷൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. കൊണ്ട് ബ്രാക്കറ്റ് ഇപ്പോൾ തന്നെ ഇട്ടോളുക. അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ തെറ്റിച്ച് കളയും. മൈനസ് പൈ ടു പൈ ലിമിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by pi ഇൻറ്റു വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇത് മൈനസ് മൈനസ് പ്ലസ് ആണ്. 1 by pi ഇൻറ്റു 1 by n ഇൻറ്റു x sin nx plus 1 by n square into plus 1 by n square into അല്ലേ മൈനസ് മൈനസ് പ്ലസ് ആയി cos nx cos
nx from minus pi to pi. And you apply the limits. Sin പൈയും സൈൻ മൈനസ് പൈയും സൈൻ n ബൈ 0 ആണ്. അപ്പോൾ ആ ടേമിൽ നിന്ന് നമുക്ക് 1 ബൈ പൈ ഈസ് കോമൺ. 1 ബൈ n ഇൻറ്റു ഈ ടേമിൽ നിന്ന് വരുന്നത് രണ്ടും 0 ആണ്. അതുകൊണ്ട് ഞാനൊരു 0 എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ്. അടുത്തതിൽ എന്നാ 1 ബൈ n സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സിന് വാല്യൂ കൊടുക്കുക. കോസ് n ബൈ മൈനസ് ഓഫ് പിന്നെ എക്സിന് കൊടുക്കേണ്ടത് മൈനസ് പൈ ആണ്. കോസ് മൈനസ് എൻ പൈ എന്ന് വരും. n ഇൻറ്റു മൈനസ് പൈ മൈനസ് എൻ പൈ. ബട്ട് യു നോ ദാറ്റ് കോസ് എൻ പൈ ആൻഡ് കോസ് മൈനസ് എൻ പൈ ആർ സെയിം. കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ നമുക്ക് സംഭവിച്ചത് കോസ് എൻ പൈ മൈനസ് കോസ് എൻ പൈ സബ്ട്രാക്ഷൻ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ആദ്യത്തെ 0 എഴുതുന്നില്ല. 1 ബൈ n സ്ക്വയർ ഇൻറ്റു 1 ബൈ പൈ ഇൻറ്റു 1 ബൈ n സ്ക്വയർ ഇൻറ്റു പിന്നെയുള്ള എഴുതിയാൽ മതിയല്ലോ കോസ് എൻ ബൈ മൈനസ് കോസ് എൻ ബൈ കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഇറ്റ്സെൽഫ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ an 0 ആയി. നൗ വി ക്യാൻ റൈറ്റ് bnന്റെ ഇക്വേഷൻ 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് dx equal to 1 by pi into integral minus pi to pi f of x എന്ന് പറയുന്നത് x ആണ്. x sin nx നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം dx. അപ്പോൾ ഇവിടെയും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് 2 x ഫംഗ്ഷൻസ് ആണ്. തീർന്നു പോകുന്ന ഡെറിവേറ്റീവ് ടെർമിനേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ x ആണ്. അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ മറ്റേതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആക്കിയെടുത്ത് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. 1 by pi into മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു പ്രോസസ്. ഫസ്റ്റ് വൺ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ്. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എഴുതുന്നത് മൈനസ് കോസ് എൻ എക്സ് സബ്ട്രാക്ട് ചെയ്യാനല്ല, എക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. മൈനസ് അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാക്കറ്റ് ഉപയോഗിക്കുക. മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അതിൻ്റെ ലിമിറ്റ് മൈനസ് പൈ ടു പൈ. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് പൈ ടു പൈ ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ആണ് എഴുതിയിരിക്കുന്നത് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്രോഡക്റ്റ് ആണെന്ന് തോന്നത്തക്ക വിധത്തിൽ എഴുതുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇവിടെ മൈനസ് 1 ബൈ എൻ ഇൻറ്റു എക്സ് കോസ് എൻ എക്സ്. മൈനസ് 1 ബൈ എൻ ഇൻറ്റു എക്സ് കോസ് എൻ എക്സ് ആണ് എന്ന് പറയാം. ഇത് ലിമിറ്റ് രണ്ടിനും മൈനസ് പൈ ടു പൈ ആയതുകൊണ്ട് നമുക്ക് അവസാനം കൊടുക്കാം. ഇവിടെ എന്താ മൈനസ് മൈനസ് പ്ലസ്, അവിടെ ഒരു 1 ബൈ എന്നും ഉണ്ട്. ഈ മൈനസ് മൈനസ് പ്രോഡക്റ്റ് പ്ലസ് 1 ബൈ എൻ ഉണ്ട്. ഇനി കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് വേണം. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ 1 ബൈ എൻ സ്ക്വയർ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് എന്ന് എഴുതി. മൈനസ് പൈ ടു പൈ. ഇവിടെ ഒരു ഭാഗം നമുക്ക് എളുപ്പമുണ്ട്. സൈൻ എൻ ബൈ 0 ആണ്. സൈൻ മൈനസ് എൻ ബൈ ആണെങ്കിലും 0 ആണ്. അപ്പോൾ ഈ ടേംസ് 0 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് നമുക്ക് 0 വാല്യൂ ആണ്. ഇനി മറ്റേടത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വാല്യൂ കണ്ടുപിടിക്കണം. 1 ബൈ പൈ ഇൻറ്റു മൈനസ് 1 ബൈ എൻ ഇൻറ്റു എക്സ് കോസ് എൻ എക്സിൽ മൈനസ് പൈ ടു പൈ കൊടുക്കണം. അപ്പോൾ മൈനസ് 1 ബൈ എന്നും പുറത്തെടുക്കാമല്ലോ. മൈനസ് 1 ഡിവൈഡഡ് ബൈ പൈ എൻ എന്ന് ഞാൻ എഴുതും. മൈനസ് 1 ബൈ എൻ എവിടെയുള്ളൂ. ഇനി എക്സ് കോസ് എൻ എക്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇവിടുത്തെ കോൺസ്റ്റന്റ് മൈനസ് 1 ബൈ എൻ ഇവിടെ ഇല്ല, അത് 0 ആയി. കോൺസ്റ്റന്റ് മൈനസ് 1 ബൈ എന്നെ പുറത്തെടുത്തു. മൈനസ് 1 ബൈ പൈ എന്ന് എഴുതി. ഇനി എക്സ് കോസ് എൻ എക്സിൽ എക്സ് ഈക്വൽ ടു പൈ ആകുമ്പം പൈ ഇൻറ്റു ശ്രദ്ധിച്ച് എഴുതുക കോസ് എൻ ബൈ. ഇവിടുത്തെ മൈനസ് സൈനൊക്കെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ഈ മൈനസ് 1 ബൈ എന്നിനെ മൈനസ് 1 ബൈ എന്നിന് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് എന്ന് ഓർക്കുക. അതെടുത്തിട്ടാണ് ഇവിടെ മൈനസ് 1 ഡിവൈഡ് ബൈ പൈ എൻ എന്ന് എഴുതുക. അപ്പോൾ ഇനിയുള്ളത് ആകെ എക്സ് കോസ് എൻ എക്സേ ഉള്ളൂ. അവിടെ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് കൊടുത്തു, ലോവർ ലിമിറ്റ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ഓഫ് എക്സ് കോസ് എൻ എക്സിൽ മൈനസ് ഓഫ് സബ്ട്രാക്ഷൻ്റെ ആണ്. എക്സ് ഈക്വൽ ടു മൈനസ് പൈ കൊടുക്കുക. മൈനസ് പൈ ഇൻറ്റു കോസ് എൻ ഇൻറ്റു മൈനസ് പൈ മൈനസ് എൻ ബൈ കോസ് മൈനസ് എൻ ബൈ. ലിമിറ്റ്സും കൊടുത്തു. അപ്പോൾ ഇവിടെ
മൈനസ് മൈനസ് പ്ലസ് ആകും. കോസ് മൈനസ് എൻ ബൈ എന്ന് പറയുന്നത് കോസ് എൻ ബൈ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ -1/πn പുറത്തുണ്ട്. ആദ്യത്തേത് പൈ ഇൻറ്റു കോസ് എൻ ബൈയുടെ വാല്യൂ അറിയാലോ. എന്താ എഴുതാനുള്ള മാർഗം നമ്മൾ പറഞ്ഞിട്ടില്ലേ? -1/n. ഈവൻ ആണെങ്കിൽ +1ഉം ഓടാണെങ്കിൽ -1. അതിന് n പവറായിട്ട് യൂസ് ചെയ്താൽ മതി എന്ന് നമുക്ക് അറിയാം. ഇവിടെ ഈ മൈനസ് മൈനസ് പ്ലസ് ആയി. പിന്നെ എന്നാ കോസ് മൈനസ് എൻ ബൈ എന്ന് പറയുന്നത് കോസ് എൻ ബൈ തന്നെയാണ്. അപ്പോൾ അവിടെയും നമുക്ക് പൈ ഇൻറ്റു -1/n എന്ന് തന്നെയാണ്. ഇത് രണ്ടും കൂടെ പ്ലസ് ആയി. പിന്നത്തെ കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അവിടെയും സെയിം വാല്യൂ തന്നെയാണ് വരിക. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് 2 ടൈംസ്. -2/πn ഇൻറ്റു -1/πn ഇൻറ്റു 2 ടൈംസ് ദിസ് പൈ ഇൻറ്റു -1/n. അപ്പോൾ അതിൽ നിന്ന് പൈ ക്യാൻസൽ ചെയ്യും അല്ലേ? പൈ ക്യാൻസൽ ചെയ്തിട്ട് -2/n -2 ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. -2 ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ n എന്ന് വാല്യൂ എഴുതാം. ഇത് ഫൊറിയർ കോഎഫിഷ്യൻസ് ആണ്. a0, an, bn ഫൊറിയർ കോഎഫിഷ്യൻസ് എല്ലാം ആയി. അതിൽ a0 0 ആണ്, an-ഉം 0 ആണ്, an-ഉം 0 ആണ്, bn മാത്രമേ ഉള്ളൂ. b1, b3, b5 ഒക്കെ എഴുതി നമുക്ക് വാല്യൂ പറയാൻ സാധിക്കും. അപ്പോൾ എക്സ്പാൻഷനും കൂടെ കാണാം. നോട്ട്സ് ഇതേന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ഇൻ്റഗ്രേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ നോട്ട് എഴുതാം. നോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ട്ബുക്കിൽ ഫൊറിയർ കോഎഫിഷ്യൻസ് എഴുതിയിട്ടുള്ളൂ, എക്സ്പാൻഷൻ എഴുതിയിട്ടില്ല. നമ്മൾ എക്സ്പാൻഷൻ ഇപ്പോൾ എഴുതും. ഞാൻ ബോർഡ് എറേസ് ചെയ്തു. a0ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരുന്നത് എടുത്ത് എഴുതുകയാണ് 0. an-ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരുന്നത് എടുത്ത് എഴുതുകയാണ് 0. bn-ന്റെ വാല്യൂ നമ്മളിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് -2 ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ n എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് the given function f of x is f of x equal to, write the general formula. ജനറൽ ഫോർമുല എന്ന് എഴുതാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതിനൊക്കെ സ്റ്റേജ് മാർക്ക് കാണും. ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ പോലും മറക്കരുത്. എങ്കിലേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതും കൂടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പർപ്പസിൽ ഓർമ്മിപ്പിക്കുകയാണ്. സിഗ്മ n = 1 to infinity. ഇനി ചെയ്യാൻ അറിയത്തില്ലെങ്കിലും ജനറൽ ഇക്വേഷൻസ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതിയെങ്കിലും ചെയ്താൽ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ജനറൽ എക്സ്പാൻഷൻ an of f of x ഏത് ഫംഗ്ഷൻ ആണെങ്കിലും an cos nx പ്ലസ് bn sin nx സമ്മേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഹിയർ a0 = 0, an = 0. അതുകൊണ്ട് ഇവിടെ അത് സിഗ്മ n = 1 to infinity bn sin nx എന്ന് ആയി ഇവിടെ എഴുതുമ്പോൾ. കാരണം എഴുതിയേക്കാം a0ഉം 0 ആണ്, an-ഉം എല്ലാ n-നും 0 ആണ്. ഈ കേസിലൊക്കെ അങ്ങനെ സംഭവിച്ചതേ ഉള്ളൂ, എപ്പോഴും അങ്ങനെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഇങ്ങനെ എഴുതാം. സിഗ്മ n = 1 to infinity bn-ന്റെ ജനറൽ എക്സ്പ്രഷൻ അല്ലേ ഈ കിടക്കുന്നത്. അപ്പോൾ -2 ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ n ആണ് bn-ന്റെ ജനറൽ എക്സ്പ്രഷൻ. bn-ന്റെ കൂടെ എന്നാ വരണ്ടേ? bn-ന്റെ കൂടെ sin nx. ഇത്രയും എഴുതിയാലും ഇത് മാത്രം എഴുതിയാലും നമ്മളുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of x ആയി. ഇത് ആൻസർ ആണ്. പിന്നെ എന്നാ ചെയ്ത് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കതിനെ വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്തത്, ഈ സമ്മേഷൻ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതിനെ n വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ ടേം ബൈ ടേം റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യാം. n = 1 -2 ഇൻറ്റു -1 -1 ഡിവൈഡഡ് ബൈ n = 1 sin x. n = 1ന്റെ ടേം ആണിത്. n = 2-ൽ ടേം എങ്ങനെയാവും? -2 ഇൻറ്റു അതിനുമായിട്ട് ബന്ധമില്ല -1/2 that is 1 ഡിവൈഡഡ് ബൈ n = 2/2 sin 2x എന്ന് എഴുതാം. പ്ലസ് n = 3 മൈനസ് അങ്ങനെ n = 1 n = 3 അതുപോലെ ഓഡ് വാല്യൂസിൽ ഈ പൊസിഷനിൽ -1ഉം n = 2 n = 4 ഈവൻ വാല്യൂസിൽ ഇവിടെ +1 വരും എന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം.
അപ്പോൾ ആദ്യത്തേതിൽ പ്രോഡക്റ്റ് 2 ആകും, രണ്ടാമത്തേതിലെ പ്രോഡക്റ്റ് -2 ആകും, മൂന്നാമത്തേതിലെ പ്രോഡക്റ്റ് 2, നാലാമത്തേതിൽ -2. ഓൾട്ടർനേറ്റ്